ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇതാന്ന് വീട്ടിൽ നിന്ന് മാറി ഒരു കാട് പ്രദേശത്തേക്കൊക്കെ വന്നേക്കാണ് കേട്ടോ. കാടെന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. തൃശ്ശൂർ ഭാഗത്ത് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ സത്യത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ നല്ല അടിപൊളി സമാധാനം, നമുക്കിപ്പോൾ സമാധാനക്കുറവുണ്ടെങ്കിൽ ഇങ്ങനത്തെ നല്ല സ്ഥലങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് നോക്കി ആവട്ടെ. എനിക്ക് പക്ഷേ അതുപോലെ തോന്നി. നല്ല അടിപൊളി സെറ്റപ്പ് സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. സ്ഥലം എവിടെ വരുന്നത് വെച്ചാൽ നമ്മുടെ ചിമ്മിനി ഡാമിൽ അമ്പലൂർ ഭാഗത്ത് നിന്ന് വരന്തരപ്പിൽ പോണ വഴിക്ക് നമ്മൾ ഇങ്ങോട്ട് തിരിക്കുക. ആ വഴി തിരിഞ്ഞ് കഴിഞ്ഞാൽ ചിമ്മിനി ഡാം പോണ വഴിക്കാണ്. എനിക്ക് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നതെന്ന് മാത്രം. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടോ നിങ്ങൾക്ക്? ഇതാ കേരള വനം വകുപ്പിൻ്റെ ആനയും കാര്യങ്ങളൊക്കെ വരുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഐസ്ക്രീം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് ഐസ്ക്രീം കാര്യങ്ങളൊക്കെ കഴിക്കാം. ഇവിടെ അടിപൊളിയായിട്ടുള്ളൊരു പുഴയുണ്ട്. നീന്താൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പുഴയിൽ ഞാൻ ആ വഴിക്ക് പോകുന്നുണ്ട്. അത് കാരണം നീന്താൻ പറ്റില്ല. നമുക്ക് എന്തായാലും കാണിച്ചു തരാം ബാക്കി വിശേഷങ്ങളൊക്കെ. വാ. അപ്പോൾ ഇതാ അതിമനോഹരമായ വെള്ളം ഒഴുകി കൊണ്ടിട്ട് വെള്ളം കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക, നീന്തി കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നല്ല ഒഴുക്കുണ്ട് തോന്നുന്നുണ്ട്. ഒഴുക്കുണ്ടല്ലേ? അത് കാരണം നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ബാ. ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫാമിലിയും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങനെ പേടിക്കാനുണ്ട്. പക്ഷേ ചെറിയ ആനകൾ ചെറിയ അങ്ങനെ സാധനങ്ങളൊക്കെ ഉള്ളൂ. പേടിക്കാൻ വേറൊന്നുമില്ല. ആനയൊക്കെ കുളിക്കാൻ വരുമോ ഇവിടെ? വരുമോ? എൻ്റെ മുമ്പിൽ ഒരു ആന പോലും കുളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. മനുഷ്യന്മാരാണെങ്കിൽ കുറേ എണ്ണത്തിന് കണ്ടിട്ടുണ്ട്. ആന കുളിക്കാൻ കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ ഉദ്ദേശിച്ചേ. എന്നാലും നോക്കാം. കുറേ പേര് ക്യാമറയൊക്കെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. വീഴുണ്ട് കേട്ടോ. വീണ് കമന്നടിച്ചിട്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അടിപൊളി സ്ഥലമാണ്. എന്നാലും നിങ്ങൾ തൃശ്ശൂർ വരികയാണെങ്കിൽ ഈ സ്ഥലമൊക്കെ വന്നിട്ട് ഫോട്ടോസ് എടുക്കാനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. എന്തായാലും ഓടി ചാടിപ്പോകുന്ന ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തന്ന പോലെ ചിമ്മിനി ഡാമെന്ന് കടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടും. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നല്ല നല്ല ലൊക്കേഷൻ ഉണ്ട്. പക്ഷെ നിർത്താൻ പാടുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ആനയൊക്കെ വരണ കാരണം നിർത്താൻ പാടുമോ? നിങ്ങളിതിന് ചിരിക്കണം. നിർത്താൻ പാടുമോ? തന്നെ ഇത് ചിരിക്കേ. എന്തായാലും നമുക്ക് കാണിക്കാൻ മക്കളെ. വാ വാ വാ. ഇതാണ് കേട്ടോ ഫുള്ള്. കണ്ടോ? ടെലിക്യാമിലൊക്കെ ഒരു കുട്ടീനെ കൊണ്ട്. അപ്പോൾ നമ്മളിതാ ഈ വേരിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വേര് നല്ലൊരു വേരാണ്. ഈ വേരിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ചെല്ലിൽ പോയില്ലെങ്കിൽ കാണാൻ പറ്റില്ല. എന്തായാലും ലവേഴ്സിൻ്റെ പേരൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്താ നോക്ക്. സിംഗിൾസ് ആയ ആൾക്കാർക്കൊക്കെ ഭയങ്കര വിഷമാവില്ല. ഇതൊക്കെ എഴുതിടാൻ പാടുണ്ടോ? എന്തൊക്കെ കൂടൊക്കെ ഉണ്ട്. പണ്ടൊക്കെ വരുമ്പോൾ വണ്ട് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് മനസ്സിലാവില്ലേ. മരത്തിലായതുകൊണ്ട് മഴ പെയ്യുമ്പോൾ വേറൊരു ഷെയ്ഡ് കയറിയത് കാരണം ക്ലിയർ ആവുന്നത് നമുക്ക് എന്തൊക്കെ എഴുതിയിട്ടുള്ളത്. എന്തായാലും കൊള്ളാം. ഇവിടെ വന്ന ലവേഴ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടും. ഓക്കെ, നല്ല പേരാ. ഈ മരൊന്നും പോയി വർഷങ്ങളായിട്ടുള്ള പേരാ തോന്നുന്നു അല്ലേ? ഞാൻ ആദ്യമായിട്ട് വരുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് ഇവിടെ കുറേ കപ്പിൾസൊക്കെ വരുന്ന സ്ഥലമാണ്. അവർക്ക് പ്രൈവസി കാര്യങ്ങളൊക്കെ വേണമെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവാണ്. അവരെ ഒരുപാടായി. എന്തായാലും ഈ സ്ഥലമൊക്കെ നിങ്ങൾ ഫാമിലിയായിട്ട് വിസിറ്റ് ചെയ്യാനും ഭയങ്കര നിങ്ങൾ ദൈവത്തലച്ച് വെള്ളത്തിലിറങ്ങി കുളിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. നല്ല ഒഴുക്കുള്ള സ്ഥലമാണ്. ഇപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ വന്ന് ചാടി വെള്ളത്തിൽ പോവുകയാണെങ്കിൽ പിന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് ആൾക്കാരുണ്ടാവില്ല. നമുക്ക് ബോഡി കിട്ടില്ലേ? ചിലപ്പോൾ കിട്ടും, ചിലവർ റെഡിയാവും, ചിലവർ റെഡിയാവില്ല. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. നമ്മൾ വെള്ളത്തിലിറങ്ങി കുളിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം വഴിക്ക് പോകണ വഴിക്ക് കേട്ടോ. അവിടേക്ക് ഉണ്ട്. അവിടെ ചെറിയ തോടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നന്നായി ഒഴുക്കുള്ള സ്ഥലം. പോകുമ്പോൾ ഞാൻ വല്ല ഇറിഞ്ഞ് കാണിച്ചു തരാനായിട്ടൊന്നും അറിയാനുമില്ല. ഇവിടെ കുപ്പിയൊക്കെ എടുത്തെറിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ എന്നെ അറിയും. പ്ലാസ്റ്റിക് ഒക്കെ എടുത്തെറിഞ്ഞ് തമ്പരാന്ന് പറയും. പക്ഷെ ഞാൻ അറിയില്ല. നിങ്ങളെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അറിയില്ല ഗൈസ്. എന്നാൽ ഈ ഭംഗിയും പുഴയുടെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളിനി ഇവിടുന്ന് സ്ഥലം എവിടേക്ക് വേറെ സ്ഥലത്തേക്ക് എവിടെ പോകണേ? ചൊക്കനെ നോക്കിയത് പോകണം. നോക്കും നല്ല ഒഴുക്കുണ്ട്. കാണിച്ചിട്ട് ഒഴുക്കുണ്ട്. കണ്ടാ 4-3 പോണ പോക്ക് കണ്ടാ നല്ല ഒഴുക്കില്ല പോണ. അതുപോലെ നിങ്ങളും പോകരുത്. സൂക്ഷിച്ച് കണ്ടൊക്കെ നിൽക്കട്ടെ. ഇവിടെ നമുക്ക് പോകാം ഗൈസ്. ബായ്. ഞങ്ങൾ പോയിട്ട് കാണിച്ചു തരാം. ബാ. ഇങ്ങനത്തെ വൈബ് അടിച്ച് വരണമെങ്കിൽ നമ്മളിങ്ങനെ ബൈക്കുമൊക്കെ വരണം. കാറിൽ വന്നു കഴിഞ്ഞാൽ ചിലർക്ക് നിർത്താനും ഇങ്ങനെ ഭംഗികൾ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ബൈക്കും വരണം. സ്കൂട്ടിയും വെച്ച് പിടിച്ച് വരിക ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ചിൽ മൂവ്. അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ചിരുന്ന ഞാനാട്ടെ. ഇപ്പോൾ ഹെൽമെറ്റ് കൂരി കളഞ്ഞു. കയ്യിലുണ്ട്. അത് വേറെ കയ്യിൽ ചിമ്മിനി അല്ലല്ലേ? അത് ഞാനൊക്കെ ഉണ്ട് തോന്നിട്ട്. ആനയൊക്കെ പോയോ? ആനയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് വെറുതെ ആവില്ല. എന്തായാലും ആനയൊക്കെ ഉണ്ടാവും ഈ ഭാഗത്തല്ലേ. വ്യൂ നോക്കില്ലേ? നല്ല രസമുണ്ട് കാണാൻ. മയില് നോക്ക്. കറക്റ്റ് നമ്മുടെ മുമ്പിൽ തന്നെ. അയ്യവാ പീലി വിരിച്ചനെ ആടിക്കൊണ്ടിരിക്കുക. എന്ത് രസല്ലേ?
അയ്യോ പോയി ആൾക്കാരൊക്കെ നോക്കുന്നുട്ടാ. എന്താ ഭംഗി. അവിടെ കുറെ മയിലുകളുണ്ട്, ആൺമയിലൊക്കെ ഉണ്ടല്ലേ. നമ്മൾ രണ്ടാമത് വന്നപ്പോഴേക്കും ആള് വിരിച്ചതായിരുന്നു, പക്ഷെ അതവിടെ വീണ്ടും നിലത്ത് കിട്ടുക പീലി. എന്നടാ ഇത്? നമ്മളിനി വിരിക്കാന്നറിയില്ല, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം വിരിക്കുമല്ലേ എന്നുള്ള കേട്ടാ. വിരിക്കുമോനെ വിരിക്കി. കുറെ ആൺമയിലുകളുണ്ട് അടുത്തടുത്ത്, അല്ല പെൺമയിലുകളുണ്ട്. ഇത് വിരിക്കോ? പ്ലീസ് വിരിക്കോ? കാണാനില്ല, വിരിക്കാൻ നോക്കാം. നടന്നു പോകും നമ്മളെ കണ്ടപ്പോ. എന്താ നോക്ക് സാമർത്ഥ്യം. ഇവിടെ വാട മോനെ, നീ എന്താ നടന്നു പോണ? നമ്മളൊന്നും ചെയ്യില്ലല്ലോ. ശരിക്കും ഈ പെണ്ണുങ്ങൾക്കല്ലേ പീലിയുള്ള ഭംഗി ഉണ്ടാവുക അല്ലേ? ഇതെന്താ ആൺമയിലിന് ഇങ്ങനെ പീലിയാവും? എനിക്ക് മനസ്സിലാവണില്ലേ. മയിലിന്റെ പീലി വിരിക്കുന്നുണ്ട്. ഇപ്പൊ പോയതാണ്ട്, എന്നല്ലല്ലോ കാണിക്കണേ പൊട്ടി. മയിലിന്റെ പീലി കണ്ട് പോയതാ, പക്ഷെ ഒരു പീലി പോലും കിട്ടിയില്ല. വയറിന്റെ ഇങ്ങനെ ചമ്മി ചാറിയിട്ട്. എന്താ എത്ര പീലി കിട്ടി മോന്? കുറെ കിട്ടിയാ? ഇവിടെ വന്നിട്ട് ഒരു ആനനെ പോലും കണ്ടില്ലേ. കുറെ പശുവിനെ കണ്ടു, പശുക്കളുണ്ട് നിറച്ച്. എന്താ ചെയ്യാ? അതിന്റെ ഇടയിൽ കൂടെ പോലീസുകാരുടെ ജീപ്പും നിറയെ പശുക്കളുണ്ട് കേട്ടോ. ആരൊക്കെ വീട്ടിലെ പശുക്കളാന്ന് തോന്നുന്നുണ്ട്. അയ്യോ അല്ലേ. ഹായ് മോനു. അയ്യോ കൊമ്പക്കുള്ള സാധനം നീക്കണ മോനെ. അടിപൊളി. അതൊന്ന് വിരിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടാ. എന്താ ഭംഗിയില്ല കാണാൻ. ഒന്ന് വിരിക്കൂ. പട്ടിയുടെ വില പൊലിക്ക് തരുന്നില്ലേ. ഓടിയാടെ നിന്ന് തന്നെ കാണപ്പോ. കാക്കയാ നോക്കിയത്. ഹലോ ഇവിടെ. അയ്യോ എന്തൊക്കെയോ പച്ചപ്പുല്ലൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്. ഇവരുടെ ഭക്ഷണം പുല്ലാണെന്ന് തോന്നുന്നുണ്ട് മോനെ. അയ്യേ പോയി ബൈ. വീഴോ? ശരിയാ. ഉണ്ട് 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 ഉണ്ട്. വീഴോ അത്? പൂല. നമ്മൾ പോണ വഴിക്ക് നല്ല അതിമനോഹരമായ വെള്ളച്ചാട്ടം ഉണ്ട്, പക്ഷെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. എർത്ത് കമ്പി ആന അങ്ങോട്ട് വരാണ്ടിരിക്കാനാ തോന്നുന്നുണ്ട്. എർത്തിന്റെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. കിടക്കാൻ അല്ലെങ്കിലോ പറ്റി. ഇത് കൂടെ നടന്ന് അങ്ങോട്ടൊക്കെ പോവാൻ തോന്നുന്നുണ്ട്, പക്ഷെ നോക്ക് എന്താ ഭംഗില്ലേ. ഫോഴ്സിൽ നല്ല ഫോഴ്സിൽ നല്ല ഫ്രഷ് വെള്ളം. അതൊക്കെ കുടിക്കാൻ തോന്നും നമുക്ക് കാണുമ്പോ, പക്ഷെ കുടിക്കാൻ പറ്റില്ല. വേറെ വല്ലവരൊക്കെ ഇങ്ങനെ പാറയെ കൂടെ വരാണ്ട് കുഴപ്പമില്ല. വേറെ വല്ല ആനയൊക്കെ വന്ന് കുളിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുഴപ്പമില്ല, എന്തായാലും കൊള്ളാം. ഞാൻ വല്ല എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന വല്ല വെള്ളച്ചാട്ടം ഉണ്ടോ ഞാൻ നോക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ബാ. അവ ഗൈസ് നല്ല അതിമനോഹരമായ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റിയൊരു സ്ഥലം കണ്ടിട്ടുണ്ട്. ബാ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന അറിയില്ല. ഞാൻ ഫുള്ള് നനഞ്ഞു പോയി. എൻ്റെ അമ്മന്ന് വെട്ട് തന്നെ. കാറിലല്ലാത്തോണ്ട് കുഴപ്പമില്ല, സ്കൂട്ടിയിലാകുമ്പോൾ പിന്നെ സൂര്യപ്രകാശം അടിച്ച് ഉണങ്ങും തോന്നുന്നുണ്ട്. നടിച്ച് വീടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറമാനെ പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് ക്യാമറമാനെ ചീത്ത പറയുന്നു. പൊറോട്ടീന്നൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ ചെരുപ്പിട്ട് ഇറങ്ങണം വേണ്ടല്ലേ. ചെരുപ്പിട്ടുണ്ടല്ലോ. ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ആ ഫ്ലിപ്പ് അത് കിട്ടില്ലേ നമുക്ക്. എന്തായാലും നമുക്ക് ഇറങ്ങി നോക്കാം. ഞാൻ കാലൊക്കെ ഒന്ന് കയറ്റി കിട്ടട്ടെ കേസ്, അല്ലെങ്കിൽ എൻ്റെ തനി സ്വഭാവം നിങ്ങൾ ഇപ്പോൾ കാണാറിങ്ങനെ പട്ടയപ്പാ. കാലൊക്കെ കയറ്റി വയ്ക്കുമ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു ഫീല്, ഒന്നൊന്നര ഫീലാവാ. അയ്യവാ എന്തൊരു തണുപ്പ്. നല്ല രസമുണ്ട്. നല്ല തണുത്ത വെള്ളം. പിള്ളേരങ്കലേക്ക് ഉണ്ടിട്ടാ. തണുത്ത വെള്ളത്തിൽ കൂടെ നമുക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ ഫീൽ ഉണ്ടല്ലോ. അവിടെ ചേച്ചിയൊക്കെ കുളിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കുളിക്കില്ല. ഞാൻ നനഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ പ്രശ്നം വെച്ചിട്ട് ഞാൻ കുളിക്കുന്നില്ല. നല്ല രസമുണ്ട്, പക്ഷെ ഇത് കൂടെ പോവാ ഇങ്ങനെ നല്ല ഒഴുക്കുണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോവാ, എവിടെയെങ്കിലൊക്കെ എത്തും. നിങ്ങൾ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ വിചാരിച്ചോ ഞാൻ തട്ടിപ്പോയിന്ന്. നീന്തറിയാം എനിക്ക്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്താ ചെയ്യാ. അയ്യവാ ഞാൻ പിച്ച. നല്ല വഴുക്കലുണ്ട് കേട്ടോ ഇവിടെ. വഴുക്കല് ആ കല്ലും വഴുക്കുണ്ടല്ലേ. അതെ, ആ കല്ലുമ്മക്കൂടെ നല്ല വഴുക്കലുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ തോറും നമുക്ക് ഇങ്ങനെ ആഴുണ്ട്. നമ്മുടെ പാൻറ്റൊക്കെ ഇപ്പം നനയും. പാൻറ്റ് നനഞ്ഞു. നല്ല രസമുണ്ട്. നല്ല ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കുളിക്കുന്ന. ഡ്രസ്സ് കൊണ്ടുണ്ടെങ്കിൽ സത്യത്തിൽ ഞാൻ നീന്തി കുളിച്ചത്. ഞാൻ ഡ്രസ്സ് കൊണ്ടുവരാത്ത കാരണമാണ്. ഞാൻ ഇരുന്നാലേ കൊണ്ടുപോയില്ലാന്ന്. അല്ല വെള്ളണ്ട്, ഫുള്ളായിട്ട് നനയും. നല്ല നടക്കാല്ലേ. നടക്കട്ടെ ഞാൻ നടന്ന്. ആഹാ നനഞ്ഞു. ഇന്ന് വീട്ടിൽ പോകുമ്പോ അമ്മ കൊല്ലുന്നെ. ഇവിടെ പാമ്പൊന്നുമില്ലല്ലോ. എന്താണെന്ന്? രാജവെമ്പാലുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞ ചേട്ടാ പേടിപ്പിക്കുന്നുണ്ട് കൈസ്. ഞാൻ അവിടെ നിന്ന് വേഗം കയറി പോട്ടേട്ടാ. ഉണ്ടോ? ഇപ്പില്ലല്ലേ. രാജവെമ്പാലൊക്കെ ഒന്ന് ഫ്രണ്ടിൽ നിൽക്കണോ നിങ്ങക്ക്? ഭാഗ്യം കാണാൻ തന്നെ. ഇവിടെയാണോ നിങ്ങളുടെ വീടൊക്കെ? അല്ല, കൊടുങ്ങല്ലൂരാണോ? ഓക്കെ. നല്ല രസമുണ്ടായിരുന്നു. ആണോ? ഓക്കെ. എന്തായാലും നനഞ്ഞു. നീ കുളിച്ച് കയറിയല്ലോ. ഞാനൊന്ന് കുളിച്ച്. തൃശ്ശൂർ അയ്യന്തോളെന്ന് പറയും. നിങ്ങൾക്ക് വീടൊന്നുമില്ല. നിങ്ങളുടെ വീട് എവിടെയായിരുന്നു? കൊടുങ്ങല്ലൂരല്ലേ? എല്ലാവരുടെ വീടും കൊടുങ്ങല്ലൂരല്ലേ?
ഈ ചേട്ടൻ്റെ വീട് അതാ കൊടുങ്ങല്ലൂരാ. കൊടുങ്ങല്ലൂർക്കാരെന്ന് തോന്നുന്നുണ്ട് കൂടുതൽ സ്ഥലം കാണാം. അതെ ഞാനും വിചാരിച്ചേ ഗൈസ് കൊടുങ്ങല്ലൂരുകാരാണ് കൂടുതൽ സ്ഥലം കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും കൊള്ളാൻ സ്ഥലം, കാണാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. ഞാൻ അതിന് മുമ്പ് ഇരുട്ടാവും. എന്തായാലും ഇത് നല്ലോണം ആസ്വദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോവാം. പോയിട്ട് അടുത്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം. നന്ദനന്യ ചേച്ചി പറയാ ബിഗ് ബോസ് ഫെയിം നന്ദനയുടെ ഫേസ് കട്ടുണ്ടെന്ന്. എന്താ ഈശ്വര മറ്റേ എന്നെ കണ്ടിട്ട് ഞാൻ എന്നെ പോലെ ഏഴാണെന്ന് മനസ്സിലായില്ലേ പാവ ചേച്ചിമാര്. ഇവിടെ അപമാനിക്കപ്പെട്ടു ഗൈസ്. ഞാൻ പോവാൻ, ഞാൻ ഈ വെള്ളത്തിൽ ചടിച്ചാവാൻ പോകുന്നു. എടുത്തിട്ട് വന്നേ ഗൈസ്. പശു കുത്തി കഴിഞ്ഞാൽ വെള്ളത്തിൽ വേണ്ട പോവാൻ നമുക്ക്. അത് വന്ന് കുത്തൂതേ വരുന്ന വരവ് കണ്ട. അതിന് നോക്കണ്ടിരുന്നാൽ മതി. അതിന് നോക്കുമ്പോഴാണ് നമുക്ക് കുത്തണ പോലെ ഒരു ഫീൽ വരിക. ഞാൻ അങ്ങോട്ട് നടക്കട്ടെ കേട്ടാ. പശു കുത്തി കഴിഞ്ഞാൽ എനിക്ക് പശു കുത്തി ഇവിടെ ചത്തുന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇറക്കാൻ വയ്യ. അയ്യോ പട്ടിയും കോടാന്നൊക്കെ എന്നിട്ട് ലാസ്റ്റ് പശു കുത്തി അവിടെ നേരെ പശു വരുന്നുണ്ട്. വന്നേ പോവാം. വാ വാ വാ. അതിന് കൊമ്പുണ്ട്, നല്ല വലിയ കൊമ്പ അല്ല ചെറിയ കൊമ്പ. അതിന് കൊമ്പ് കാണാല്ല. എന്നാലും പോവാം വാ. ഇയാള് വീഡിയോ എടുത്തൊക്കെ വാ. അടിച്ച് ഞാനാണെങ്കിൽ ഒരു ഫാക്ടറിയാണ് കേട്ടോ. എന്തോ എന്തൊക്കെയോ സ്മെല്ല്, ബാഡ് സ്മെല്ല് വരുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരെ കണ്ടോ? മിനിറ്റ്, ഇവിടുത്തെ ആൾക്കാരൊക്കെ എങ്ങനെ നിൽക്കുന്നു എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഈ ഫാക്ടറി എങ്ങനെയെങ്കിലും അടച്ചു കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണല്ലേ. ഭയങ്കര ബാഡ് സ്മെല്ല്. വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും. അവിടത്തേക്ക് വരിക സ്മെല്ല്. ഇവിടെ വരെ വരുന്നുണ്ട്. ഫാക്ടറി കഴിഞ്ഞിട്ടും വരുന്നുണ്ട് വേണം. ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട്. കണ്ട ഉള്ളിലേക്കൊക്കെ പോയിട്ട് നിറയെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങൾ. ഇതൊക്കെ എങ്ങനെ ഇവിടെ നിൽക്കണേ തോന്നുന്നു. ഇവിടെ ആൾ താമസമില്ലാന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടാവും, നമുക്കത് അറിയാണ്ടാവും. കണ്ട അവിടെയൊക്കെ വണ്ടികളുണ്ട്, ആൾ താമസമൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. എങ്ങനെ ഇവിടെ താമസിക്കണേ? ഇതുമില്ല, റേഞ്ചും ഇല്ല, കറണ്ട് ഉണ്ടാവും തോന്നുന്നുണ്ട്. വീഡിയോ എടുത്തിട്ട് പറയാം, ഒന്നും പറയണ്ട. ഇതാണ് ഇങ്ങനെ. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോണേ. ജീവൻ ഉണ്ടെങ്കിൽ തിരിച്ചു വരും കഴിച്ച്. നമ്മൾ ആന കുത്തി എവിടെയെങ്കിലൊക്കെ ചെത്താൽ നമ്മൾ പോകും. ചത്ത പോവും. അയ്യോ അങ്ങോട്ട് പോവണ്ടി കുട്ടാ വാരിസേ. അയ്യോ പോവും. അയ്യോ നല്ല സ്ഥലം. പക്ഷെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല തോന്നുന്നു. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇങ്ങനെയൊക്കെയല്ലേ വന്നറിയാം. നമ്മൾ ഈ വരുന്ന വഴിക്ക് നല്ല പേരയ്ക്ക ഒരു മരം കണ്ടു കേട്ടോ. കാടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ വഴി കാണിച്ചെന്നല്ലോ. അവിടെ പേരയ്ക്കയുടെ മരം കണ്ടു. അപ്പോൾ നമുക്ക് ഫ്രഷ് ഇതെന്താ ഒരു മരം കയറി. ഇവിടെ മരം കയറിണ്ട്. ഞാൻ കാണിച്ചു തരുന്നില്ല. പക്ഷേ നല്ല ഫ്രഷ് പേരയ്ക്കാണ്. കഴുകാനുള്ള സ്ഥലമൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് കഴിക്കാം. അതുണ്ടോ വലുതുണ്ടോ? കുഴപ്പമില്ല. നല്ല ഇത് പഴുത്ത് ആ സൈഡ് നോക്ക്, റൈറ്റ് സൈഡില് അടുത്തതാ. ഓ തലേക്ക് ഇടൂ. കൊറേ പേരക്കുണ്ട്. നിറയെ പേരക്കുണ്ട് കേസിന്റെ ഉള്ളില്. കണ്ടോ? ഉടമസ്ഥ ഒന്ന് അടിച്ച് അല്ല കെട്ടിടുമെന്ന് നോക്കി പേടിയുണ്ട്. അപ്പം നമുക്ക് നിറച്ച് പേരക്ക് കിട്ടിയിട്ടുണ്ട് കയ്യിൽ. ഒരാൾ കുരങ്ങൻ്റെ പോലെ മുകളിൽ കയറിയിട്ടുണ്ട്. പൊട്ടിച്ച് 2 കിലോയിലും പൊട്ടിച്ചോണ്ടിരണം കേട്ടോ. കേട്ടല്ലോ ദേ അവിടെ നിൽക്കണ നോക്ക്. ഞാൻ പിന്നെ പൊട്ടിക്കണതൊക്കെ പഴുത്തല്ലേ നിറയെ ഉണ്ട്. ആ സൈഡിലൊക്കെ ഉണ്ടല്ലേ. കുറെ പൊട്ടിക്കിട്ടുണ്ട് കേസ്. ഇതെങ്ങനെ പിടിക്കാന്ന് കണ്ടോ? ഇതും ഞാൻ പൊട്ടിക്കാൻ ഒരെണ്ണം കൈ എത്തിക്കുന്നുണ്ട്. നോക്കട്ടെ. അമ്മേ അതൊക്കെ അല്ലേ. ഇവിടെ വെള്ളം ഉണ്ട്. അതിന് കഴുകാണ്ട് കഴിക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ഗൈസ് നമ്മളെ കുറച്ച് സ്നേഹിക്കുന്ന ചേച്ചി ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തെ പേരക്ക പിടിക്കാണ്ടായിരുന്നില്ലേ? അവരൊക്കെ സംസാരിച്ചിട്ടാണ് പോയത്. കൊതു കടിക്കണ്ടേ. കൊതു കടിച്ചാലും ഞാൻ പേരക്കാനെ വിടില്ല. നല്ലോണം അറച്ച് പേരക്കുണ്ട്. ആരുടെ പറമ്പാന്നറിയില്ല. വീഡിയോ ആൾ കാണാതിരുന്നാൽ മതി. കുഞ്ഞു പേരക്കുകളെ പഴുത്താണല്ലേ. അല്ല പാമ്പിനെ ചവിട്ടി പാമ്പ് കടിക്കാണ്ടിരുന്നാൽ മതി. വന്നിട്ട് ദേ പഴുത്തത് കാണും നോക്ക്. കേട്ടോ നിങ്ങൾക്ക് കണ്ട പച്ചന്നൊന്നും. പക്ഷെ ഇത് പഴുത്തതാ. നമ്മൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ അറിയുള്ളൂ മധുരം. ഇതെല്ലാം നമ്മളിവിടുന്ന് അമ്മ ആരൊക്കെ ഹോണടിക്കുന്നുണ്ട്. ഇനി പറമ്പിൻ്റെ ആളാണാവോ കെട്ടിയിട്ട് ഞാൻ ഗൈസ്. അങ്ങനെ നമ്മുടെ പൊട്ടി. അങ്ങനെ നമ്മുടെ പേരക്ക നല്ല ഞാൻ നോക്കിയതൊക്കെ നല്ലതാ മാത്രം പൊട്ടിക്കുള്ളൂ. നമ്മൾ തൂക്കുപാലെത്തിയിട്ടുണ്ട്. കണ്ടടാ അതിൻ്റെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാട്ടോ. ഒരു മിനിറ്റ്. എന്തെങ്കിലുമൊക്കെ രോഗം വരുമെന്ന് എനിക്ക് ഉറപ്പായി. കൊതു മൊത്തം കടിച്ചെന്നെ ചുവപ്പ് കളറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തൂക്കുപാലത്തിൻ്റെ അത് കൂടെ നടക്കാണ്. തൂക്കുപാലം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പാല അപകടം എന്നൊക്കെ പറഞ്ഞിട്ട്. കയറിയിട്ട് അടിയിലെത്തിയാൽ ബെല്ലേ ബേഷ് ബാ
നിങ്ങൾക്ക് കാണിച്ചു തരണല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പെടും. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു. വാ 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 വാ, പതുക്കെ നടന്നാൽ മതിയില്ലേ, വീഴുവോ? മുമ്പ് വന്നിട്ട് ഇവിടേക്ക് നിങ്ങൾ. ഏയ് മയിൽ കരയണു കണ്ടോ? പതുക്കെ നടന്നാൽ മതി. അടിപൊളി. ആ അപ്പോൾ ഗൈസ്, ഇവിടെ നിന്നാണ് ചേട്ടൻ പറഞ്ഞു എല്ലാവരും കൂടി ഒരുമിച്ച് പോകണ്ട, ചിലപ്പോൾ അടിയിലെത്തും. നിങ്ങൾ എടുക്കില്ല, എന്നെ മാത്രമല്ലോ. അയ്യോ, ഞാൻ ആരും കാണിക്കില്ല, എൻ്റെ വ്ളോഗിൽ ഞാൻ മാത്രം മതി, എനിക്കതാ ഇഷ്ടം. ആ ചേട്ടനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ആ പാലത്തിൻ്റെ അത് കൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പാലം ഇടിഞ്ഞു പൊളി വീഴാൻ സാധ്യതയുണ്ട്. ഇളകുണ്ട് ഇട്ടത്, ഇവിടെ നിന്ന് ഇളകുണ്ട്, ഇവിടേക്ക് വീണ ഇവിടെ ഞാൻ ഇടിഞ്ഞു. നിങ്ങളിട്ട് ഇളക്കണമാണല്ലേ. എന്തായാലും നമുക്ക് അവിടേക്ക് പോവാം. എന്തായാലും ഇവരൊക്കെ ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാവരും കൂടി പോയി ഞാൻ വെള്ളത്തേക്ക് പോകും. ആ വെള്ളത്തിൽ നല്ല ഒഴുക്കുണ്ട്, നോക്ക്, കാണിച്ചു കൊടുത്തോക്ക്. ഭാര്യ അറിഞ്ഞിട്ടുണ്ടോ വന്നതെന്ന്? ഭാര്യ അറിഞ്ഞിട്ടുണ്ടോ വന്ന്? ഗായ്സ്, സമന നമ്മൾ നടന്ന് പേരക്കൊക്കെ അടിച്ചടിച്ചേ നടക്കുന്നുണ്ട്. ഒരേമില്ല, മറ്റേ സിനിമയിൽ കാണിക്കില്ലേ അതുപോലെ ഇവരെ പേടിച്ചല്ലേ ഞാൻ. പക്ഷെ അവരെന്നെ പേടിപ്പിക്കേണ്ടി തോന്നുന്നത്. ഇത് കയറാണല്ലേ, ഞാൻ അറുത്ത് കമ്പിയാന്ന് വിചാരിച്ചു. ശബ്ദമൊക്കെ കേൾക്കണ്ടേ, എന്തോ പൊട്ടി വീണ പോലത്തെ. എൻ്റെ അമ്മോട് പറഞ്ഞോളൂട്ടാ ഞാൻ വെള്ളത്തിൽ പോയി ചത്തെന്നുള്ളത്. നോക്കിയാ അതിൻ്റെ പണ്ടത്തെ കഷ്ണങ്ങളാന്ന് തോന്നുന്നുണ്ട് കിടക്കണേ, കണ്ട. എന്തായാലും കൊള്ളാം, നല്ല സ്ഥലമാണ്. ബാ ബാ ബാ, ചെരുവുണ്ടിട്ട പാലത്തിന്. എന്തോ ചെരുവൊക്കെ ഉണ്ട്, മതിയില്ലേ ഒരേ അളക്കൊക്കെ. എങ്ങുണ്ട് മതി. ഇതാണ് ഗൈസ് തൂക്കുപാലം. ഇതുവരെ വരികയാണെങ്കിൽ അവിടെ ഈ സൈഡിൽ കൂടെ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന വഴി കൂടെ വന്നു കഴിഞ്ഞാൽ ഈ തൂക്കുപാലം ഇവിടെ കാണാം. പക്ഷെ മതി, ഞാൻ അങ്ങോട്ട് പോകണ്ട. അപ്പോൾ ഗൈസ് നമ്മളിതാ തൂക്കുപാലത്തിൽ നിന്ന് നടന്ന് ഇതിന് ഭയങ്കര ആട്ടുണ്ട്, കുട്ടിയുടെ പല്ലിന് ആട്ടുണ്ട്. എല്ലാവരും കൂടി വന്നു കഴിഞ്ഞാൽ വീഴുന്നു പറഞ്ഞ കാരണം ഓരോരുത്തരായിട്ട് വരുന്നത്. എന്തൊക്കെ കായൊക്കെ ഉണ്ടല്ലേ, നല്ല വെള്ളമാണ്. നീന്താനൊക്കെ അറിയണോണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ വെള്ളത്തിൽ വരെ നീന്തി വരുടെ പട്ടികളേന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചാവുന്നില്ല, അത് വേറെ കാര്യം. ചാവാൻ ഇഷ്ടമാണ്. നമ്മൾ ഇതാ ഈ തൂക്കുപാലത്തിൽ നിന്ന് പോവാണ്. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് അടുത്ത ലൊക്കേഷൻ കാണിക്കാം. ഓക്കെ, ബൈ. ഓ, കുറേ വീടുകളും വീടല്ല എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഞാൻ ആദ്യം റേഷൻ കടയെന്ന് വെച്ചാൽ ഇതുപോലത്തെ റേഷൻ കട ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. യോ അശു, നിങ്ങൾ എന്തിനാ അത് കൂടെ തന്നെ പോണ വണ്ടി എടുത്തിട്ട് അതിൻ്റെ അവിടെ ഒരു വീട് നോക്കിയാൽ അതിൻ്റെ ഉള്ള ആരും ഇല്ല കേട്ടോ. പക്ഷേ കണ്ട ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട്, കൂട്ടിയിട്ടുള്ളതാ. ഇത് മറ്റേ കേരള ക്രൈം ഫയൽസിൽ കണ്ടില്ലേ, അവിടെ എന്തോ പാലുണ്ട്. പാലത്തുമ്പോൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ലേ, പാലം മാത്രം ഉണ്ടാവുള്ളൂ. അല്ല അത് ഫുള്ള് ഇതാ പൊളിഞ്ഞ് കിടക്കും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നാട്ടും പ്രദേശത്തെ പള്ളി എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു പള്ളി. നല്ല രസമുള്ള പള്ളി അല്ലേ. ഇവിടെ ആൾക്കാർ വരുമോ? പള്ളിയിൽ അച്ഛനൊക്കെ ഉണ്ട്. അയ്യവാ, കൊള്ളാം, എന്തായാലും അടിപൊളി. ഇവിടുത്തെ ഹോസ്പിറ്റലാണ് കേട്ടോ, ആംബുലൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ, കൊള്ളാം, എന്തായാലും പൊളി. ചെറിയ ചെറിയ ഹോസ്പിറ്റൽ ഇങ്ങനത്തെ ഉൾപ്രദേശങ്ങളൊക്കെ വരുമ്പോഴാവും നമുക്ക് പോവാം. ചെറിയ ചെറിയ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കാണുക, കണ്ടോ. ആർക്കും ആവശ്യമുണ്ടെങ്കിലും വണ്ടി, ആംബുലൻസും ഉണ്ട്, തൊട്ടപ്പുറത്ത് വീടുകളും ഉണ്ട്. എന്തായാലും കൊള്ളാട്ടോ, നല്ല അടിപൊളി സ്ഥലം. ഇവിടെയൊക്കെ ഒരു വീട് വെച്ച് താമസിക്കണം ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ, ഇവിടെ പോകാനൊക്കെ ഉള്ള ഒരു ഇതാവും. പക്ഷെ നമ്മൾ ഇതൊന്ന് കാണുമ്പോഴേ നമുക്കൊരു വീടൊക്കെ വെച്ച് താമസിക്കാനുള്ളൊരു എസ്റ്റേറ്റ്. ആരുടെയൊക്കെ എസ്റ്റേറ്റാണ്, കുറേ എസ്റ്റേറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അന്യർക്ക് പ്രവേശനമില്ല, ഈ നിർദ്ദേശം പാലിക്കാത്തവർ. അയ്യോ, അതൊന്നും വായിക്കണ്ട, അതൊക്കെ വായിച്ച് ചിലപ്പോൾ ചിലപ്പോൾ പോലീസ് കൊണ്ടുപോകും. അനുവാദമില്ലാതെ പ്രവേശിക്കരുതെന്നാണോ? എന്നാലും നോക്കി നോക്കാം. നല്ല പാലാന്ന് തോന്നുന്നുണ്ട്, ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴില്ലാന്ന് തോന്നുന്നു. അവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, കൊള്ളാല്ലേ, രസമുണ്ട്. ഇത് നല്ലതാ. ഇത് മറ്റേ പാലത്തിൻ്റെ പോലെ അല്ല, ഇത് മറ്റേ കമ്പിയൊക്കെ വെച്ചിങ്ങനെ കെട്ടിയണതാ സംഭവങ്ങളൊക്കെ കണ്ടോ. എന്തായാലും കൊള്ളാം, ഇവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നല്ല പാലാണ് കേട്ടോ, നല്ലൊരു വൈബുള്ള പാല. ഇനി ഒരു ഇളക്കണ്ടിട്ട് പറയണ പോലെ, മറ്റേ അധികം ഇളക്കണ്ടായിരുന്നില്ല. ഇളകി ഞാൻ വെള്ളത്തിൽ പോവോ? ഇല്ല, പോവില്ല. എന്തായാലും കൊള്ളാം. നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ കപ്പിൾസായിട്ടൊക്കെ വരുമ്പോൾ അടിപൊളി ഇങ്ങനെ കാണാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. വെള്ളത്തിൽ കയറി നിന്ന് കുളിക്കാൻ നമുക്ക് ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ എന്നെ വിചാരിച്ചു പൊതിച്ചോറൊക്കെ കൊണ്ടുവന്ന് പുഴയുടെ ആ ഇരുത്തൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ല രസമല്ലേ. അതൊന്നും കൊണ്ടുവന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനത്തെ സ്ഥലമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു വ്ളോഗ് എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമല്ലോ എന്നുള്ളൊരു
പ്ലാനായിരുന്നു. അത് കണ്ട് അതൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ വരുമ്പോൾ മസ്റ്റായിട്ട് കൊണ്ടുവന്ന പൊതിച്ചോറ് അങ്ങനത്തെ ചോറൊക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക. നല്ല രസമാണ്. അത് പറയുമ്പോൾ പൊതിച്ചോറെന്ന് പറയുമ്പോൾ വയലോളം വരുന്നത്. നല്ല കൊള്ളാം. മസ്റ്റ് വാച്ച് സ്ഥലമാണ് ഗായ്സ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോട്ടെ. കാരണം എന്താ വെച്ചാൽ ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ ഭംഗിയുണ്ട്. എന്തായാലും നമുക്ക് ഇനി പോവാം അല്ലേ. നമ്മൾ ഇരുട്ട് പിടിച്ച ഇനി ഇരുട്ടത്ത് വന്നു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് കാരണം പിന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മളിവിടെ പെട്ടുപോകും. സ്ട്രീറ്റ് ലൈറ്റ് എല്ലായിടത്തും ഉണ്ടല്ലോ. സ്ട്രീറ്റ് ലൈറ്റ് എല്ലായിടത്തും ഓരോരോ വെച്ചിട്ടുണ്ട്. സ്ഥലം നല്ല രസമുണ്ടല്ലേ. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഓ ഫോണ് ഹെൽമെറ്റും പിടിച്ചു. എന്താ ഭംഗി. അവിടെ താമസമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലമായിട്ടതൊക്കെ. നമുക്ക് അത്ഭുതം, പക്ഷെ ഇവർക്കൊരു അത്ഭുതം ഉണ്ടാവില്ല ഇവിടെ കാണുമ്പോൾ. അതാണ് ഇവരുടെ പ്രത്യേകത. പാമ്പൊക്കെ പെട്ടെന്ന് കയറും. കാടിൻ്റെ പ്രദേശമൊക്കെ അല്ലേ, പാമ്പയൊക്കെ കയറാൻ സുഖമായിരിക്കും. ഇവിടെയൊക്കെ രാജവെമ്പാലി ഉണ്ടാവില്ലേ. ആ ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ വെള്ളത്തിൽ രാജവെമ്പാലേക്ക് ഉണ്ടാവും. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. എന്താ ഹേയ് ഇതായിരുന്നു നമ്മുടെ ഫേമസ് ആയിട്ടുള്ള എന്തായിരുന്നു ആ വീഡിയോ അല്ലേ. ഒരു വീഡിയോ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മോളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫുള്ള് പുല്ലൊക്കെ ആയതുകൊണ്ട് ഭംഗി ഉണ്ടായിരുന്നില്ല. എന്നാലും കൊള്ളാൻ സ്ഥലമല്ലേ. ടെലിഗ്രാമൊക്കെ വെച്ചെടുക്കാൻ പറ്റി. അയ്യോ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. ഈ മരങ്ങളൊക്കെ എന്താ ഭംഗിയാ. മരത്തിൻ്റെ ഒരു ഭംഗി നോക്ക്. ഇവിടെ ഇങ്ങനെ ഫുള്ള് കാണുമ്പോൾ മരത്തിൻ്റെ ഭംഗി അറിയണേ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല തൃശ്ശൂർ ഇങ്ങനത്തെ സ്ഥലം ഞാൻ ഇതുവരെ, തൃശ്ശൂർ നമ്മുടെ ഈ ആമ്പലൂർ ഇങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ സത്യത്തിൽ കരുതിയിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും എല്ലാവർക്കും ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് മനസ്സിന് വല്ല വിഷമം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ഒറ്റയ്ക്ക് വരാനും പറ്റിയ സ്ഥലമാണ്. എൻജോയ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിഷമമൊക്കെ ഒന്ന് മാറ്റാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഇത് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനും എല്ലാം നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്തായാലും മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ എത്തിക്കണം കേട്ടോ. ഈ വീഡിയോ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ആൾക്കാർ അറിയട്ടെ അല്ലേ. ബൈ.